അവർക്ക് ഫോൺ ചെയ്യാനൊരു സമയമുണ്ടോ? ഹായ് ഗൈസ്. അപ്പോൾ ഒരുപാട് ദിവസത്തിൻ്റെ ശേഷം വീഡിയോ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പണിത്തിരക്കും കാര്യങ്ങളായിട്ട് പോയതിന് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളെ കൊയിലാണ്ടിയിലെ കൊല്ലത്തുള്ള പാറപ്പള്ളി മക്കാമിലാണ്. ഇവിടെ ആദനബിൻ്റെ കാൽപ്പാട് കണ്ട് ഞങ്ങൾ മക്കാമിൽ തമീമുൽ അൻസാരി തങ്ങൾ മപ്പാൻ്റെ മക്കാമിൽ പോയി ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ബീച്ച് സൈഡിൽ ഇവിടെ ഒരു വറ്റാത്തൊരു കിണറുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ആ കിണറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഉമ്മ ഉണ്ട്, ഞങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഉമ്മ ഉണ്ട്, അനിയനുണ്ട് ഇപ്പോൾ അവിടെ എത്തിക്കണ്, പിന്നെ ഞങ്ങൾ എളാമൻ്റെ മോളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സിയാറത്ത് മാതിരി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞായറാഴ്ച ലീവായപ്പം എല്ലാവരും കൂടി രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വന്നന്ന് കണ്ടിക്കണ്. കിണർ എവിടെയാണ്? അവിടെയാണ്. അതാ ആ കാണുന്നതാ ഭൂമി ഇത് കാണിച്ചു തരാം. അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിലാണ് വെള്ളം. ഇത്ര എന്ത് ചൂടാണേലും എന്തെന്നെ കാലാവസ്ഥ ആണെങ്കിലും ഇപ്പോൾ നല്ല ചൂടുള്ള ദിവസമാണെങ്കിലും ഏത് ടൈമിലും ആ കിണറ്റിൽ വെള്ളം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ അന്ന് ഞങ്ങൾ വന്ന ടൈമിൽ അന്ന് നമ്മൾ വന്നത് ഒരു ചൂടുള്ള ടൈമിലല്ലേ? അന്ന് ഞങ്ങൾ വന്ന ഒരു ചൂടുള്ള കാലാവസ്ഥയിലാണ്. പക്ഷെ അപ്പോഴും അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല. എടുക്കും തോറും അതിൻ്റെ ചരിത്രം ഇങ്ങനെ എടുക്കും തോറും കൂടുന്നല്ലേ? എടുക്കും തോറും അതിൽ വെള്ളം ഇങ്ങനെ കൂടി കൂടി വരികയാണ്. എന്തായാലും ഞാൻ ആ കിണറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ജിയാറത്തും കാര്യങ്ങളായിട്ടും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ മറ്റേ ഒരു വെള്ളത്തിൻ്റെ കാര്യം. അതാ ഈ നിൽക്കണതാ ഇതിൻ്റെ നേരെ ബാക്കിൽ, ഞാൻ നിൽക്കണതിൻ്റെ നേരെ ബാക്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ അതാ ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു ഇതുണ്ട് ഉള്ളിൽ. അവിടെ വെള്ളത്തിൻ്റെ നേരെ അതൊരു ചെറിയ കിണറാണ്. ആ കിണറ്റിലെ വെള്ളം എത്ര കുടിച്ചാലും എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണമെന്നാ? വാ അവിടെ തന്നെ ഇറങ്ങാം. ഇപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒരു പാറയും കടലും എല്ലാം പാടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഞാനിപ്പോൾ ആ വെള്ളത്തിൻ്റെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കറിയാത്തൊരു സംഗതി എന്താ വെച്ചാൽ, ഇതൊക്കെ നമ്മൾ കബറിൻ്റെ നേരെ പാറിൻ്റെ ഇടയിലൊരു കബറുണ്ടാ. കടലാണിത്. പക്ഷെ ഇവിടെ ഒരു വെള്ളം എത്തുന്നുണ്ട്. അതിന് ഇങ്ങോട്ട് വെള്ളം വരില്ല. എന്താ വെച്ചാലും ഇത് ആരതാന്നുള്ള കബർ എനിക്കറിയില്ല, എന്താണെന്നുള്ളതും അറിയില്ല. ഉമ്മനോട് ചുമ്മാ പറഞ്ഞത് ഇപ്പോൾ യുദ്ധത്തിൽ യുദ്ധത്തിൽ ചെയ്ത ഇതൊരു അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അതേമാതിരി ഇവിടെ ആ കിണറ്റിൽ നിന്ന് വരുന്ന ഓർവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ മുകളിലാണ് ആ കിണറുള്ളത്. ആ കിണറ്റിൽ നിന്ന് വരുന്ന ഓർവാണിത്. ഈ കിണറ്റിൽ നിന്ന് വരുന്ന ഓർവാണിത്. നേരെ കടലിൽ പോണ്. നമുക്ക് അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ആ കബർ തന്നെ എന്താണെന്നറിയില്ല കേട്ടോ. അതിനെപ്പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ജസ്റ്റ് നമുക്കൊന്ന് അറിയാനുള്ളതല്ലേ. ഈ വെള്ളം കണ്ടോ? ഈ വെള്ളം നിൽക്കുന്നത് ഈ കടലിനെക്കാട്ടി ഹൈറ്റിലാണ്. ഈ കടലും വെള്ളവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ? ഈ കടലും വെള്ളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതാ ഇത്ര. ജസ്റ്റ് ഇത് കടൽ, ഇത് കിണർ. പക്ഷേ ഈ ഒരു കടലിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ കടലിലെ വെള്ളം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ഉപ്പ് വെള്ളമാണ്. ഇതിലൊരു തുള്ളി ഉപ്പിൻ്റെ ഒരു അംശമില്ല. അതന്നെ ഒരു വലിയ ഒരു ഒലിയാപ്പള്ളി ഹിജ്റ വർഷം 1400 ഒലിയാപ്പള്ളി ഹിജ്റ വർഷം 1402. ഇത് ആര് എഴുതിയതാണോ ഇനി അന്നത്തതാണോ ഇങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് കടക്ക് ലീവ് ചെയ്യുന്നത്. അപ്പോൾ വർക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് രാവിലെ സുബീസ്കാരത്തിന് മുന്നേ ഇങ്ങോട്ട് ഇറങ്ങി. സുബീസ്കരിക്കാൻ ഞങ്ങളിവിടെ കോഴിക്കോട് ഒരു പള്ളിക്കെത്തി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് സുബീസ്കരിച്ച് നേരെ ഇങ്ങോട്ടെത്തി. ഇവിടെ മൊത്തത്തിലൊന്നും ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ എന്താ ഉള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ചായ അടിച്ചില്ല. അപ്പം ഇപ്പോൾ എന്താ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് ഫുഡ് ഞങ്ങളെങ്ങനെ ചില വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടല്ലാണ്. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം രാവിലത്തെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേമാതിരി എവിടെയെങ്കിലൊക്കെ കിട്ടി ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിക്കാം. ഒരു ഇതല്ലേ, ഒരു മെമ്മറിയാണ് അതന്നെ.
പിന്നെ അതൊക്കെ ഒരു രസമാണ്. അപ്പോൾ പിന്നെ ചിലവ് ചുരുക്കലും എല്ലാം പടി അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫുഡ് ഒന്നുകിൽ വണ്ടിയിലുണ്ട് സാധനം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിക്കാന്നുള്ള പ്ലാനാണ്. സമയം നോക്കിയപ്പോൾ ഒരു 9 മണി കഴിക്കണമല്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് തിരിക്കും. അതല്ല ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേറെ എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ എവിടെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തായാലും അടുത്ത വീഡിയോ വരെ കാണും വരെ